അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് UKG ക്ലാസ്സിൻ്റെ 13ാമത്തെ പാഠഭാഗമാണ്. പാർട്ട് 1 13ാമത്തെ പാഠഭാഗം. ഷീനുൻ ഷംസുൻ ഷംസുൻ ഷീന് 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 ഷാ ഷീ ഷു റുഷ് ഷുൻ ഷരീബ ഷരീബ ഷിബറുൻ ഷിബറുൻ ഹഷ്റുൻ ഹഷ്റുൻ. ഒന്നും കൂടി നോക്കിയേ. ഷംസുൻ ഷരീബ ഷിബറുൻ ഹഷ്റുൻ. ഇനി ഇവിടെ ഷീനിൻ്റെ അക്ഷരം ഒട്ടിക്കുക. ഇനി നമുക്ക് ഷീനിൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. നാക്കിൻ്റെ മധ്യവും നേരെ മേൽഭാഗവുമാണ് ഷീനിൻ്റെ മഖ്റജ്. പറഞ്ഞു നോക്കിയേ. ഷീന്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഷീന് ഷാ ഷീ ഷു റുഷ് ഷുൻ പകർത്തി എഴുതുക. ഉറക്കെ വായിക്കുക. ഈ അക്ഷരങ്ങളെല്ലാം ഉറക്കെ വായിക്കുക. അടുത്തത് ഓർമ്മയിൽ നിന്ന് എഴുതുക. അൽഫ് മുതൽ ഷീന് വരെയുള്ള അക്ഷരങ്ങൾ ക്രമമായി എഴുതുക. അടുത്തത് നമുക്ക് വായിക്കാം. കുറച്ച് വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ വാക്കുകൾ വായിക്കണം. എങ്ങനെയാണ് വായിക്കേണ്ടത്? സബദുൻ സബദുൻ സിദ്റുൻ സിദ്റുൻ ജറബുൻ ജറബുൻ ഷജറുൻ ഷജറുൻ ബുഖ്തുൻ ബുഖ്തുൻ അസ്ബത അസ്ബത. വായിച്ചേ. സിദ്റുൻ ജറബുൻ ഷജറുൻ ബുഖ്തുൻ അസ്ബത. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ഇനി നമ്മൾ 14ാമത്തെ പാഠഭാഗമാണ് പഠിക്കുന്നത്. സ്വാദ്. സ്വഹനുൻ സ്വഹനുൻ. സ്വഹനുൻ എന്താണ്? പ്ലേറ്റ് ആണല്ലേ. പ്ലേറ്റിന് എന്താ പറയുന്നത്? സ്വഹനുൻ. അടുത്തത് സ്വാദ് 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 സ്വാ സ്വേ സു അസ് സുൻ സ്വാദറുൻ സ്വാദറുൻ ഉസിബ ഉസിബ സുബഹുൻ സുബഹുൻ. ഒന്നും കൂടി നോക്കൂ. സ്വഹനുൻ സ്വദറുൻ ഉസിബ സുബഹുൻ. വാക്കുകൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ സ്വാദിൻ്റെ ചിത്രം ഒട്ടിക്കുക. സ്വാദിൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കിയാലോ. നാവിൻ്റെ കൂർത്ത അറ്റവും താഴെ മുൻപല്ലുകളുടെ മേൽഭാഗവും മുകളിലുള്ള മുൻപല്ലുകളുടെ ഇടയും. എന്താണ്? നാവിൻ്റെ കൂർത്ത അറ്റവും, ഒന്ന് കൂർപ്പിച്ചേ നാവ്. താഴെ മുൻപല്ലുകളുടെ മേൽഭാഗവും. താഴത്തെ മുൻപല്ലിൻ്റെ മേൽഭാഗത്തൊന്ന് തൊട്ടേ. ഇനി മുകളിലുള്ള മുൻപല്ലുകളുടെ ഇടഭാഗവും. മുകളിലുള്ള മുൻപല്ലിൻ്റെ ഇടഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്വാദ് സ്വാദ്. ഓക്കെ. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. പകർത്തി എഴുതുക. സ്വാദ് സ്വാ സ്വേ സു അസ് സുൻ. ഉറക്കെ വായിച്ചേ. ഇത്രയും നേരവും പഠിച്ച, ഇത്രയും ദിവസവും നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഉണ്ട്. സ്വാദ് വരെയുള്ള അക്ഷരങ്ങളുണ്ട്. ക്രമമായിട്ടല്ല കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഉറക്കെ വായിച്ചേ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. വാക്ക് നിർമ്മിക്കാം. ഇവിടെ ഒരു കോളത്തിൽ ഒരക്ഷരവും അടുത്ത കോളത്തിൽ 2 അക്ഷരം വീതവും തന്നിട്ടുണ്ട്. ഈ ഒറ്റ അക്ഷരം ഈ 2 അക്ഷരങ്ങളോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാക്കുകൾ കിട്ടും. നോക്കാം. സ്വബറുൻ സ്വബറുൻ സ്വദറുൻ സ്വദറുൻ സ്വഹറുൻ സ്വഹറുൻ. എത്ര? 3 വാക്കുകൾ നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ ഈ സ്വാദ് എന്ന അക്ഷരം, സ്വാ എന്ന അക്ഷരം ഈ 3നോടും ചേർന്നപ്പോൾ 3 വാക്കുകളായി. അപ്പോൾ ഈ സ്വാ എന്ന അക്ഷരം ചേർത്ത് ഈ 3 വാക്കുകൾ ഈ 3 ലൈനിലായിട്ട് എഴുതുക. ഓക്കെ. ഇനി നമുക്ക് ഇത്ര നാളും പഠിച്ച അക്ഷരങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ഹറക്കത്തിട്ട് എഴുതി നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കി കോപ്പി ചെയ്യുകയും വേണം, വായിക്കുകയും ചെയ്യണം. വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ദ ദി ദു ദ ദുൻ റാ റി റു ഇർ റുൻ റാ റേ റു ദുർ റുൻ സ സി സു റുസ് സുൻ സ സി സു ബിസ് സുൻ ഷ ഷി ഷു ഷ് ഷുൻ
സ്വ, സ്വി, സു, സ്വ, സ്വൻ. ഇനി നമുക്ക് കോളത്തിൽ വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കാം. സ്വ, ദ, റുൻ, സ്വദറുൻ. സ്വ, ബ, റുൻ, സ്വബറുൻ. ബ, റ്, ദുൻ, ബർദുൻ. ബ, സ്വ, റുൻ, ബസ്വറുൻ. ല, ന, ബുൻ, ലനബുൻ. ല, ന, ബുൻ, ലൻബുൻ. ഇത് നോക്കിയിട്ട് ഇവിടെ വിട്ടുപോയ അക്ഷരം ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് അല്ലേ. ഡാഷ്, റ്, ദുൻ. റ്, ദുൻ വന്നിരിക്കുന്ന ഇവിടെ. അപ്പോൾ ബ, റ്, ദുൻ, ബ എഴുതുക. അടുത്തത് ഡാഷ്, ദ, റുൻ. ദ, റുൻ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ സ്വ, ദ, റുൻ. അടുത്തത് ബുൻ. ബുൻ വന്നിരിക്കുന്നത് എവിടെയാ? ഇവിടെയാണല്ലേ. അപ്പോൾ ല ചേർത്താൽ ല, ബുൻ, ലൻബുൻ. അടുത്തത് സ്വ, റുൻ. സ്വ, റുൻ എവിടെയാണ്? ബസ്വറുൻ, ബസ്വറുൻ. അടുത്തത് ബ, റുൻ. ബ, റുൻ ഇവിടെയാണല്ലേ. അപ്പോൾ സ്വബറുൻ, സ്വബറുൻ. അടുത്തത് ഡാഷ്, ന, ബുൻ. ലനബുൻ, ലനബുൻ. അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ക്ലിക്ക് ചെയ്യാൻ പഠിച്ചത് എഴുതാം. ഇവിടെ ഒരു കീബോർഡ് തന്നിട്ടുണ്ടല്ലേ. ഈ കീബോർഡിൽ നിന്ന് നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഇവിടേക്ക് എഴുതി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതാമല്ലോ. ഇനി അടുത്ത നോക്ക്, ചിത്രത്തിന് പേര് കൊടുക്കാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിന് എന്താണ് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എഴുതി വെക്കാനാണ്. ആദ്യത്തെ ചിത്രം എന്താണ്? മിനറൽ വാട്ടറിൻ്റെ ചിത്രമാണല്ലേ. മിനറൽ വാട്ടറിന് നമ്മൾ എന്തോ പഠിച്ചത്? റബബുൻ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? റബബുനാണ്. രണ്ടാമത്തെ എന്താണ്? ധനബുൻ ആണല്ലേ. ധനബുൻ വാലാണ്. ഒരു പൂച്ചയുടെ വാൽ. പൂച്ചയുടെ എന്തിൻ്റെ ആയാലും വാലിന് പറയുന്നത് എന്താണ്? ധനബുൻ എന്നാണ്. അടുത്ത എന്താണ്? ഒരു പ്ലേറ്റാണ് തന്നിരിക്കുന്നത്. പ്ലേറ്റിന് എന്താ പറയുന്നത്? സ്വഹനുൻ ആണ് പറയുന്നത്. സ്വഹനുൻ. ഇവിടെ തെറ്റാണ് തന്നിരിക്കുന്നത്, അത് നോക്കണ്ട, നിങ്ങൾ ശരിയായി എഴുതുക. സ്വഹനുൻ. അടുത്ത എന്താണ്? ഒരു അമ്പിൻ്റെ പടമാണ് തന്നിരിക്കുന്നത് അല്ലേ. അമ്പിനെന്താണ് പറയുന്നത്? സഹ്മുൻ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ സ എഴുതുക, സഹ്മുൻ. അടുത്ത എന്താണ്? ഒരു പൂവിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ. റോസാപ്പൂവെന്ന അർത്ഥത്തിൽ നോക്കണ്ട, പൂവ് എന്ന അർത്ഥം മാത്രം നോക്കിയാൽ മതി. അതിനെന്താണ് പറയുന്നത്? സഹ്റുൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റുൻ എന്ന അക്ഷരം ചേർത്ത് സായും റുന്നും ചേർത്ത് ഇവിടെ സഹ്റുൻ എന്ന് പൂരിപ്പിക്കുക. അടുത്ത എന്താണ്? സൂര്യൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. സൂര്യൻ എന്താണ് നമ്മൾ പറയുന്നത്? ഷംസുൻ എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചില്ലേ നേരത്തെ. അപ്പോൾ ഇവിടെ ഷംസുൻ എന്ന് പൂരിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ. ഇവിടെ എന്താണ്? റബബുൻ. ഇവിടെ എന്താണ്? ധനബുൻ. ഇവിടെ എന്താണ്? സ്വഹനുൻ. ഇവിടെ എന്താണ്? സഹ്മുൻ. ഇവിടെ എന്താണ്? സഹ്റുൻ. ഇവിടെ എന്താണ്? ഷംസുൻ. ഇനി നമുക്ക് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാതൃക തന്നിരിക്കുകയാണ്. ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക. അപ്പോൾ ഒന്ന് നോക്കിയേ യൂണിറ്റ് ടെസ്റ്റ്. വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ടല്ലേ. ഇടയ്ക്കുള്ള ചില അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ്. അടുത്ത നോക്ക്, ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തി മഞ്ഞ നിറം കൊടുക്കാം. ജറസുൻ. ജറസുൻ എന്ന വാക്ക് ഇതിലെവിടെയാണ്? കണ്ടുപിടിച്ചിട്ട് എന്താ വേണം? മഞ്ഞ നിറം ഇതുപോലെ നൽകണം. അടുത്ത എന്താണ്? ബുർജുൻ. ബുർജുൻ എന്ന വാക്ക് എവിടെ? ഇവിടെയുണ്ട്. മഞ്ഞ നിറം നൽകിക്കോളൂ. അടുത്ത എന്താ? ഷഹ്സുൻ. ഷഹ്സുൻ എവിടെയാണുള്ളത്? ഇവിടെയാണല്ലോ. അപ്പോൾ അതിനും മഞ്ഞ നിറം നൽകിക്കേ. വേഗമാകട്ടെ. സ്വദറുൻ. സ്വദറുൻ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അടുത്ത എന്താ? അഹുൻ. അഹുൻ എവിടെ? അഹുൻ ഇവിടെയുണ്ടല്ലോ. അടുത്ത എന്താ? ഹുബ്സുൻ. ഹുബ്സുൻ എവിടെയാണ്? ഹുബ്സുൻ നേരെ മുകളിലേക്ക് പോയേക്കല്ലേ. ഹുബ്സുൻ. അപ്പോൾ അതൊന്ന് കളർ ചെയ്തേ. ഓക്കെ. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പാഠഭാഗം അവസാനിക്കുകയാണ്. നമ്മുടെ ഈ പാർട്ട് 1 കിതാബ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ള എല്ലാ വാക്കുകളും അക്ഷരങ്ങളും എല്ലാം വായിക്കാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരായിട്ടിരുന്ന് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.